ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫാമിലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ് ബഷീർ ബഷീറിൻ്റെ ഒരു ഫാമിലി. അപ്പോൾ ആൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. കൂടാതെ ആളിനെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാവുന്നത് 2 കല്യാണം കഴിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ്. ആൾക്ക് 2 ഭാര്യമാരാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആളുടെ ഫസ്റ്റ് വൈഫ് സുഹാന എന്ന് പറയുന്ന ലേഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മാസം മുമ്പാണ് ആൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആളും പിന്നെ 2 കുട്ടികളും മാത്രമായിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആൾ തന്നെ പറയുന്നുണ്ട്, വീട്ടിൽ ഞാനും മക്കളും ഒറ്റയ്ക്കാണ്, ബഷീറും മഷൂറയും വീട്ടിലില്ല, അവർ പുറത്ത് പോയിരിക്കുകയാണ്, പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരിപാടി ആയിരുന്നു, അവർ പെട്ടെന്ന് പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ എന്തിനു പോയി എന്നും വ്യക്തമായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസോ ക്ലോത്ത്സോ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനായിട്ടാണ് അവർ പോയത് എന്നുള്ള കാര്യം കൂടെ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഹാന പോവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ട് 1 മാസത്തോളമായി. അപ്പോൾ അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സുഹാനെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി, മഷൂർ തന്നെയാണ് കൂടുതൽ ഇഷ്ടം, അവർ ട്രിപ്പ് പോയി ഒറ്റയ്ക്കായി, അങ്ങനെ. അതുപോലെ തന്നെ സുഹാനയ്ക്ക് ആ ഒരു ലൈഫിൽ, അവരുടെ മാരേജ് ലൈഫിൽ അത്ര സന്തോഷമില്ല, ഫേസ് കണ്ടാൽ അറിയാം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 മാസം മുമ്പ് നടന്ന ഈ വീഡിയോയും അതുപോലെ തന്നെ അതിലുള്ള കമൻസും എടുത്ത് റിയാക്ട് ചെയ്തു കുറച്ച് പേര്. അപ്പം ഞാനും ഒരു 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തതായിട്ട്. സുഹാനൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് ആ ഒരു പറയുന്ന പോർഷൻ കട്ട് ചെയ്തെടുത്ത് അത് റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോസ് ആയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയാസും ഒരുപാട് പേര് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിനെ ആ ഒരു റിയാക്ട് ചെയ്ത വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ബഷീർ വന്നിട്ടുണ്ടായിരുന്നു. ബഷീർ കൂടാതെ 2 ഭാര്യമാരും കുട്ടികളൊക്കെ ആയിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഈ ഒരു റിയാക്ഷൻ വീഡിയോസിനെയും അതുപോലെ തന്നെ മീഡിയാസിനെയും ഒക്കെ പുച്ഛിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, അതിൽ ആ സുഹാന ഇട്ട വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്ന്. അതുപോലും കാര്യമായിട്ടോ കണക്കിലോ എടുക്കാതെയാണ് ഓരോരുത്തരും റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബഷീർ പറയുന്നുണ്ട്, ഒരുപാട് പേര് സത്യാവസ്ഥ അറിയാണ്ട് നിങ്ങൾ പിരിഞ്ഞോ, ഫാമിലിയിൽ എന്താണ് വിഷയം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് അവരെ കോൺടാക്ട് ചെയ്തു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ കുറച്ച് പേരിനല്ല, ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും ട്രോളിക്കൊണ്ടാണ് അവർ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അതായത് ഈ ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും സത്യാവസ്ഥ അറിയാതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമ്പോഴത്തേനും വ്യൂസ് കിട്ടാനും അരി വാങ്ങാനും വേണ്ടി ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, കമൻസും അങ്ങനെയൊക്കെ നോക്കി പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കണം എന്നുള്ള രീതിയിലാണ് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതാണല്ലോ ഇപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ. എന്താണെന്നറിയില്ല. അതായത് സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ, ഈ ഓൺലൈൻ ചാനലുകൾ, അതായത് ഞാൻ ഭയങ്കര ചെറുപ്പം മുതലേ പ്രൊഫഷണലായിട്ട് കാണുന്ന വനിത, അതേപോലെ തന്നെ ഏതാണ് മലയാള മനോരമ ന്യൂസ്, ഈ എന്തിലൊക്കെ ആർട്ടിക്കിൾസ് വന്നെന്നറിയോ, അത് ഫുള്ള് ഫേക്ക് ന്യൂസ്. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം, ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ ആർട്ടിക്കലും ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ്, കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസ് ഇറക്കി തുടങ്ങുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു ചാനലും വിശ്വസിക്കാൻ പാടില്ല, എല്ലാം ഫേക്ക് ആണെന്ന് മനസ്സിലായി. ഈ ബിസിനസിന്റെ തിരക്കും ബിസിയും കാര്യങ്ങളായിട്ട് നമ്മൾ നടക്കുന്നത്. അപ്പോഴാണ് നോക്കുമ്പോ ഇതേപോലെ കോള് വണ്ടി എന്താണ് ബഷീർ സുഹാനേന ഇട്ടിട്ട് ഒടുവിൽ അത് സംഭവിച്ചു, മറ്റേ മറിച്ച്. ഇതൊക്കെ കാണുമ്പോ ആ റിയാക്ഷൻ വീഡിയോ പോയി നോക്കുന്ന ജനങ്ങളല്ലേ ശരിക്കും മണ്ടന്മാര്. പോയത് ഒരു ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ്. അല്ല, ഓക്കെ, ഞാൻ പറയട്ടെ, ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ് പോയത്. ലിവ് ദാറ്റ്. ബിസിനസ് ട്രിപ്പ് അല്ല, വെറുതെ പോയെന്ന് വിചാരിക്കും. Who the hell are you guys to ask that? നിങ്ങൾ ആരാ നമ്മുടെ അടുത്ത് അത് ചോദിക്കാൻ? എന്റെ സിസ്റ്ററിന് പ്രോബ്ലം ഇല്ല, എന്റെ പിള്ളേർക്ക് പ്രോബ്ലം ഇല്ല, എനിക്ക് പ്രോബ്ലം ഇല്ല, പിന്നെ നിങ്ങളാരാ? നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വീഡിയോ ആണ്. അല്ലാണ്ട് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും തെറി പറയുന്ന ആൾക്കാരും ഒരിക്കലും നന്നാക്കാൻ വേണ്ടിയല്ല, നന്നാകില്ല. ഈ സെക്കൻഡ് മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് നെഗറ്റീവ് ഒന്നും ഉണ്ടാക്കിയതല്ല. ലോകത്തിൽ പല ആൾക്കാരും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇത് നിങ്ങൾക്ക് അങ്ങനെ പറ്റും, നിങ്ങൾ ഉൾക്കൊള്ളണ്ട, നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയാണ്. അത് നിങ്ങളൊക്കെ ആര് പറഞ്ഞു ഉൾക്കൊള്ളാൻ? നിങ്ങൾ കേട്ടണ്ട ബ്രോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് വ്യൂസിന് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയിലുള്ള ഒരു വിഷയം കണ്ടന്റ് ആക്കി എടുത്ത് റിയാക്ഷൻ വീഡിയോസും മീഡിയാസും
അരി വാങ്ങാൻ വേണ്ടി ആ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്ത് ഇട്ടു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് മറ്റൊരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് ഇടേണ്ട ആവശ്യം ഇല്ല. അത് നമുക്ക് ആ ഒരു അവരുടെ കാര്യത്തിലെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ 2 കല്യാണം കഴിച്ചു, മറ്റാർക്കെങ്കിലും അത് ഇപ്പോൾ നമ്മളുടെ ലൈഫിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതായിട്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പേഴ്സണലി നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 കല്യാണം നമ്മുടെ ഹസ്ബൻഡ് വേറൊരാളെയും കൂടെ കല്യാണം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അവർ അത് ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറി ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ അങ്ങനെ അവർ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കണ്ടന്റ് ആക്കി അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരുടെ ഭാഗത്ത് ഒരു കാര്യമായ ഒരു ന്യായമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.